തിരുവനന്തപുരം മണക്കാട് പലസ്തീൻ അനുകൂല പോസ്റ്റർ ഒട്ടിച്ചത് ബംഗ്ലാദേശ് സ്വദേശിയെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. റിമാൻഡിൽ വിട്ട ഇക്ബാലിനെ മറ്റന്നാൾ ഫോർട്ട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അതേസമയം ഇക്ബാലിന്റെ വിവരങ്ങൾ NIA ശേഖരിക്കുന്നുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻറ്റു ദാസ് ചേരുന്നുണ്ട്. ടിൻറ്റു, വളരെ കുറച്ചുനാൾ മുൻപ് ഈ മണക്കാട് തന്നെയാണ് ഭാരതമാതാവിന്റെ ചിത്രത്തെ വളരെയധികം അവഹേളിക്കുന്ന തരത്തിലേക്കുള്ള സംഭവ വികാസങ്ങൾ നടന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ അവിടെ തന്നെ പലസ്തീൻ അനുകൂല പോസ്റ്റർ ഒട്ടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ബംഗ്ലാദേശ് സ്വദേശീയ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മറ്റ് വിവരങ്ങളും കൂടി. ദേവിക, കഴിഞ്ഞ ദിവസമാണ് മണക്കാട് നിന്നും ഇതര സംസ്ഥാന തൊഴിലാളിയെ ഇത്തരത്തിൽ പാലസ്തീൻ അനുകൂല പോസ്റ്റർ ഒട്ടിച്ചതിന് ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ അത് കസ്റ്റഡിയിലെടുത്ത ഇക്ബാൽ ബംഗ്ലാദേശ് സ്വദേശിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് റിമാൻഡിൽ വിട്ടിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ പാലസ്തീൻ സേവ് പാലസ്തീൻ എന്ന പേരിൽ ഉറുദുവിലും ഇംഗ്ലീഷിലും എഴുതിയാണ് ഇത്തരത്തിൽ മണക്കാട് പോസ്റ്റർ സ്ഥാപിച്ചിരുന്നത്. അതിനുശേഷം ഇയാൾ സമീപത്തുള്ള ഒരു ഹോട്ടലിൽ ജീവനക്കാരനായിരുന്നു. ഇയാളെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുകയും അതോടൊപ്പം തന്നെ ഇയാൾ താമസിച്ചിരുന്ന മുറിയിൽ നിന്നും ഇത്തരത്തിൽ പാലസ്തീൻ അനുകൂല തീവ്രവാദ ബന്ധമുള്ള ലഘുലേഖകൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്യുന്നത്. ഇയാൾ താമസിച്ചിരുന്ന, അതായത് ഇക്ബാൽ താമസിച്ചിരുന്ന കല്ലാട്ടുമുക്കിലെ വാടക വീട്ടിലും ഇത്തരത്തിൽ പരിശോധന നടത്തിയപ്പോൾ ഇതിന് സമാനമായ രീതിയിൽ തന്നെ ലഘുരേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ കല്ലാട്ടുമുക്കിലെ വീട്ടുടമയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചുവെങ്കിലും ഇയാൾ ഹാജരായിട്ടില്ല എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. NIA, നാഷണൽ ഇന്റലിജൻസ് ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളുടെ ഈ ബംഗ്ലാദേശിലെ കൂടുതൽ ബന്ധങ്ങളും അന്വേഷിച്ചു വരുന്നുണ്ട്. ഇയാൾ എന്തെങ്കിലും ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണോ ഇത്തരത്തിൽ തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ നഗരത്തിലേക്ക് വന്നത് എന്ന കാര്യത്തിലും അന്വേഷണങ്ങൾ നടക്കുകയാണ്. നിലവിൽ ഇക്ബാലിന്റെ പക്കലുള്ള തിരിച്ചറിയൽ രേഖകൾ, ആധാർ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ വ്യാജമാണെന്ന ഊഹവുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തലസ്ഥാനത്ത് ഈ വരികയും ഇങ്ങനെ പാലസ്തീൻ അനുകൂല അല്ലെങ്കിൽ ഈ തീവ്രവാദ ബന്ധമുള്ള ഇത്തരത്തിൽ അനുകൂല പോസ്റ്ററുകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ സിറ്റിയിലെ പ്രധാന ഇടങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചെറിയ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പാണ് ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭാരതാംബയുടെ ചിത്രം വികൃതമാക്കുന്ന രീതിയിൽ മതപഠനശാലയിലെ വിദ്യാർത്ഥികൾ ഭാരതാംബയുടെ മുഖം വികൃതമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ കാണിച്ചത്. അതും ഫോർട്ട് പോലീസ് ആ കുട്ടികളെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് വലിയ രീതിയിലൊന്നും പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നില്ല. സമാനമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ പാലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ മണക്കാട് അതോടൊപ്പം തന്നെ കമലേശ്വരം തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മതപഠനശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മതപഠനശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ തീവ്ര ഇസ്ലാമിക് സ്വഭാവമുള്ള മതപഠനശാലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും NIA അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്യ സംസ്ഥാനത്ത് നിന്നും വരുന്ന ഈ തൊഴിലാളികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുന്ന ഈ ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന തൊഴിലാളികൾ കൂട്ടമായി ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ചെറിയ ഹോട്ടലുകളിലും ഇറച്ചിവെട്ട് അല്ലെങ്കിൽ അറവുശാലകളിലും അതോടൊപ്പം തന്നെ അങ്ങനെ പ്രവർത്തിക്കുന്ന ചെറിയ സ്ഥാപനങ്ങളിലേക്ക് ജോലി ചെയ്തതിനു ശേഷം രാത്രി ഗ്രൂപ്പുകളായി പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം കൂടി NIA മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടും അന്വേഷണങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇക്ബാലിനെ 2 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജനം TVയാണ് ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അന്വേഷണം ഊർജിതമാക്കുന്നതും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും ഇയാൾ ഈ പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതും അതോടൊപ്പം തന്നെ ഈ ലഘുലേഖകളും സൂക്ഷിച്ചത് ഈ തീവ്രവാദ ബന്ധത്തിനോടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള സംശയം ഊട്ടിയുറപ്പിക്കുന്നതിന് കാരണമായിരുന്നു. അതാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണങ്ങളിലേക്കും പോയത്. ഇയാളുടെ വിവരങ്ങൾ NIA ശേഖരിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക.